ആലപ്പുഴ കായംകുളത്ത് പാമ്പ് കടിയേറ്റ് മരിച്ച സെലീനയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുക. സെലീനയുടെ മരണത്തിന് പിന്നാലെ പ്രദേശത്ത് നാട്ടുകാർ കാടുകൾ വെട്ടിവൃത്തിയാക്കുകയാണ്. ഇന്നലെയാണ് ചേരാവള്ളി സ്വദേശി സെലീനയ്ക്ക് പാമ്പ് കടിയേറ്റത്. ഫൈസൽ അസീസ് വിവരങ്ങൾ നൽകും. ഫൈസൽ, ബന്ധുവീട്ടിൽ വെച്ചാണ് സെലീനയ്ക്ക് പാമ്പ് കടിയേറ്റത്. അതിന് പിന്നാലെയാണ് മരണമുണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പാമ്പ് കടി തന്നെയല്ലേ മരണകാരണമെന്ന് ഉറപ്പാക്കാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരേണ്ടിയിരിക്കുന്നു. അതിനുള്ള നടപടികൾ എപ്പോഴുണ്ടാകും? ഇപ്പോൾ നാട്ടുകാർ ഈ പരിസര പ്രദേശം മുഴുവൻ വെട്ടിവൃത്തിയാക്കുകയാണോ? ദിവ്യ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സെലീനയ്ക്ക് ഇന്നലെ പാമ്പ് കടിയേറ്റ സ്ഥലത്താണ്. ഇന്നലെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് സെലീനയ്ക്ക് പാമ്പ് കടിയേറ്റത്. നമുക്ക് കാണാം, ഇവിടെ വെച്ചാണ് പാമ്പ് കടി ഏൽക്കുന്നത്. ഇവിടെ മുഴുവൻ കാട് മൂടിയൊരു പ്രദേശമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ രാവിലെ നാട്ടുകാരെത്തി മുഴുവൻ കാടും വൃത്തിയാക്കി ഒരു തീയിടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ഏതായാലും നാട്ടുകാരൊക്കെ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എൻ്റെ മൂത്ത സഹോദരിയുടെ രണ്ടാമത്തെ മകളെ സെലീന എൻ്റെ മകൻ്റെ കല്യാണത്തിൽ പങ്കെടുക്കാൻ വന്നത്. അപ്പം വിവാഹ സൽക്കാരം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഇവിടെ വെച്ചാണ് സംഭവം ഉണ്ടാകുന്നത്. ഇവിടെ സ്ഥിരം പാമ്പിൻ്റെ ഒരു അപകട ഭീഷണിയുള്ള സ്ഥലം ഇത്. അണലി എന്ന് പറയുന്ന പാമ്പ് ഭാഗത്ത് സ്ഥിരമായിട്ടുണ്ട്. അതിനെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുക്കണമെന്നാണ് നമ്മുടെ അഭിപ്രായം. ഈ അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എത്തിച്ച് അവിടെ ചെന്ന് 20 മിനിറ്റ് ആള് മരിക്കുക. ആശുപത്രിക്കാരെ അല്ല അനാസ്ഥല്ലെന്ന് അറിയില്ല നമുക്ക്. ഞങ്ങളന്നേരം ഇവിടെ ചടങ്ങ് പങ്കെടുത്തോണ്ടിരിക്കുക സംഭവ സമയത്ത്. അപ്പൊ നിങ്ങൾ അറിയാൻ വൈകിട്ടുണ്ട്? അല്ല, ഞങ്ങൾ അന്നേരം ഇവിടെ ഭർത്താവ് അന്നേരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി മത്തി ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ ചെന്ന് 20 മിനിറ്റ് ആള് പണിയോട് മരിക്കുക. അപ്പൊ അവിടെ കൃത്യമായി ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ആന്റിവെനം ഇല്ല എന്നുള്ളൊരു ആരോപണം പുറത്തു വരുന്നുണ്ട്, നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. അത് കറക്റ്റ് അറിയില്ല. കാരണം ഞങ്ങളിവിടെ അറിയുന്നത് അവിടെ പ്രാഥമിക ചികിത്സയൊന്നും കൊടുത്തില്ല എന്നാണ് അറിയുന്നത്. പിന്നെ അവർ ബാത്റൂമിലേക്ക് പോയി, ബാത്റൂമിൽ പിന്നെ കുഴഞ്ഞു വീണ് മരിക്കുകയാണുണ്ടായത്. ഇവിടെ സ്ഥിരമായി ഇത് ഒരു പാമ്പിന്റെയും കൊതുകിന്റെയും ഭയങ്കര ശല്യമാണ് ഈ ഗോഡൌൺ വന്നതിന് ശേഷം. ഞങ്ങൾ പലപ്പോഴും അതിന്റെ ഓണറെ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്ത് ഗോഡൌണാണ്? ഈ ആക്രിയുടെ ഗോഡൌൺ ആണ്. അതിനകത്ത് സാധനങ്ങൾ ഡബ് ചെയ്തിടുവാണ്. അതായത് മാസങ്ങളോളം വർഷങ്ങളോളം സാധനം അവിടെ കിടക്കുവാണ്, തിരിച്ച് കയറി പോകുന്നില്ല. അപ്പൊ പാമ്പിന് പെറ്റ് വരികയുള്ള ഒരുപാട് സാഹചര്യം ഞങ്ങൾ പലപ്പോഴും ഇത് കണ്ട് അവരൊക്കെ ബോധിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ചില സമയത്ത് പെറ്റ് വരിക കുഞ്ഞുങ്ങളിൽ ഈ വീടുകളിലെല്ലാം വന്ന് കയറിയിട്ടുണ്ട്. അന്നേരം എല്ലാം ചെന്ന് പറയുമ്പോഴൊന്നും അവർ ഒരു മുകളിലേക്ക് എടുക്കലില്ല. അത് ഈ അടുത്ത സമയത്ത് ഒരു വണ്ടി കയറി പറഞ്ഞതിന് വെച്ചാൽ അതിൽ നിന്ന് ഇറങ്ങുന്നതും കയറുന്നതും പല വ്യക്തികളും ഇതിലെ ബൈക്കിൽ പോകുന്നവർ കാണുന്നുണ്ട്. അവർ നമ്മളൊക്കെ വന്ന് പറയും പാമ്പ് റോഡിലേക്ക് പോവാവുന്നത്. ഗോഡൌണിൽ നിന്ന് ഇത് ഇറങ്ങിയിട്ട് തിരിച്ച് അത് സന്ധ്യാസമയം രാത്രിയാണ്. പല വീട്ടുകളിലും ഇവിടെ നമ്മള് കൊന്നിട്ടുണ്ട്. പല വീടുകളിലും നമ്മള് ഞാനും കൊന്നിട്ടുണ്ടോ അതിന് അപ്പുറത്ത്. ഈ അണലി തന്നെ കുറെ നാളിന് ശേഷം നമ്മൾ കാണുന്ന സംഭവം ഇത്. ഇതിനു മുമ്പൊന്നും നമ്മൾ ഇതുപോലെ വലിയ വലിയ പാമ്പുകളും ചേരകളൊന്നും ഇവിടെ നമ്മൾ കണ്ടിട്ടില്ല. ഒന്നെങ്കിൽ ഒരു മഞ്ഞച്ചേരയോ അല്ലെങ്കിൽ ഒരു പുളവനെയൊക്കെ അല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ ഈ ഗോഡൌൺ ഇവിടെ സ്ഥിരമായതിനു ശേഷമാണ് ഇനിയുള്ള നല്ല കൂടിയ വിഷമുള്ള സാധനങ്ങളെ കാണാൻ തുടങ്ങിയത്. ഇപ്പൊ ഇത് എന്ന് പറയുന്നത് മനുഷ്യന് ഒരു സുരക്ഷിതയും ഇല്ല. പട്ടിക്കും മറ്റുള്ള ഇഴജന്തുക്കൾക്കുള്ള സുരക്ഷത പോലും മനുഷ്യന് കൊടുക്കുന്നില്ല. ഇതിന് അർഹതപ്പെട്ടവർ ഇതിനൊരു പരിഹാരം കാണണം. 2022 കായംകുളം മുനിസിപ്പാലിറ്റിക്ക് ഈ പ്രദേശവാസികളെല്ലാം എഴുതി ഒപ്പിട്ട് സൈൻ ചെയ്ത് കൊടുത്ത പരാതിയാണ്. അതിന്റെ സ്ലിപ്പാണ് ഈ ഗോഡൌണ് മീൻസ് ഈ ഗോഡൌണിലെ ഈ പകല് സമയത്ത് അവിടെ ഇരിക്കുകയും ഈ രാത്രി കാലങ്ങളിൽ ഇര പിടിക്കുന്ന സൈസ് അണലി വർഗത്തിൽപ്പെട്ട പമ്പുകളാണ്. അപ്പൊ രാത്രിയാണ് ഇത് ഇര തേടാനിറങ്ങുന്നത്. ഇതിന്റെ പരാതി 2022 ഈ പ്രദേശവാസികളെല്ലാം സൈൻ ചെയ്ത് കൊടുത്ത പരാതിയാണ്. നാളിതുവരെയായിട്ട് മുനിസിപ്പാലിറ്റിയുടെ നിന്ന് ഒരു നടപടികളും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അതിന്റെ റെസിപ്റ്റാണ്. ഗോഡൌണിന് വേണ്ടി രണ്ടാമത് മേടിച്ചാണ് ഞങ്ങൾ ഇതിന്റെ പ്രശ്നത്തിന്റെ പുറത്ത് ഞങ്ങൾ ജയിക്കാതിരിക്കുകയാണ്. സ്ഥിരമായി കളക്ടർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട്. സ്ഥിരമായി ഇത് ഡംപ് ചെയ്യുകയും എന്നാൽ ഇത് കയറിപ്പോകുന്നില്ല. അവിടെ കാലങ്ങളായിട്ട് അവിടെ കിടക്കുകയാണ്. അപ്പൊ അതിനിടയിൽ അത് തന്നെയാണ്. അതായത് ദിവ്യവർ പറയുന്നത് അണലി ശല്യം കൂടുതൽ രൂക്ഷമായ ഒരു സ്ഥലമാണ് ഇവിടെ എന്നാണ് പറയുന്നത്. മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഗോഡൌൺ തന്നെയാണ്. ആക്രി വർഷങ്ങളോളം പഴക്കമുള്ള ചില സാധനങ്ങളൊക്കെ ഡംപ് ചെയ്യുന്ന ഒരു ഗോഡൌൺ ആണ്. അവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ പറ്റും. അതായത് അവിടെ കാട് മൂടിയൊരു പ്രദേശം തന്നെയാണ്. അവിടെ ആ ഭാഗത്ത് നിന്നാണ് റോഡിലേക്ക് പാമ്പിറങ്ങുന്നത്. രാത്രി കാലങ്ങളിൽ പാമ്പിറങ്ങുന്നത് നിരവധി പേർ അത് കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അതിനിടയിലാണ് ഇത്തരത്തിൽ സെലീന ബന്ധുവീട്ടിൽ കല്യാണത്തിനെത്തിയപ്പോൾ പാമ്പ് കടി ഏൽക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ പുറത്തു വരേണ്ടത്
എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, പാമ്പ് കടിയേറ്റുള്ള മരണം തന്നെയാണോ എന്നുള്ളത് അറിയാൻ വേണ്ടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ പുറത്ത് വരേണ്ടതുണ്ട്. ഏതായാലും ഇന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് സെലീനയുടെ പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. ഈ ആക്രി സാധനങ്ങൾ ഡംപ് ചെയ്യുന്ന ഇതൊരു ഗോഡൌണിനെതിരെ നാട്ടുകാർ പല രീതിയിൽ തന്നെ മുൻപേ പരാതി നൽകിയെങ്കിലും ഇതുവരെയും ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്.